എറണാകുളം ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവതി ആക്രമിക്കപ്പെട്ടുവെന്ന് പോലീസ്. ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ബോധം തെളിഞ്ഞാൽ പോലീസ് മൊഴിയെടുക്കും. കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 2021 പോക്സോ കേസ് അതിജീവിത കൂടിയാണ് യുവതി. ഞായറാഴ്ചയാണ് 20-കാരിയെ അവശനിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്ത് മുൻപും യുവതിയെ ആക്രമിച്ചിരുന്നുവെന്ന് യുവതിയുടെ അമ്മ പറയുന്നു. ഇയാൾക്കെതിരെ നേരത്തെയും പോലീസിൽ പരാതി കൊടുത്തിരുന്നു. തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്നും മാറിയതെന്നും യുവതിയുടെ അമ്മ പറഞ്ഞു. ഇവ മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യുവാന്ന്. കാരണം നീ അവൻ്റെ കൂടെയല്ല, നീ ഇവൻ്റെ കൂടെയല്ല എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. വേണ്ടിയൊക്കെ കളിക്കാനൊക്കെ പോയതല്ലേ, ആ സമയത്തൊക്കെ ഇവൻ്റെ വിലക്കുണ്ടായിരുന്നോ? പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ല, ഇവനായിട്ട് വന്നിട്ട് ഈ ഏപ്രിൽ തൊട്ടുള്ള 5-6 മാസമായിട്ടുള്ളൂ. അല്ലാണ്ട് ലോങ് ഇതല്ല. ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അത്രേ ഉള്ള ബന്ധമേ ഉള്ളൂ. പിടിച്ചിട്ടുണ്ടല്ലോ, പിടിച്ചോ? അതെ, സമാധാനമുണ്ട്. അവൻ തന്നെ ആണോ എന്ന് എനിക്കും അറിയില്ല. കാരണം നേരത്തെ ഒരു ഇതിൽ കേസിൽ ഇവൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൗൺസിലിംഗ് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞ് ഇവനെ ചോറ്റാനിക്കര പോലീസ് വശം ഇവനെ ജയിലിലിട്ടിട്ടുണ്ട്. അവനാണോ ഇത് ചെയ്തതെന്നും എനിക്ക് സംശയമുണ്ട്. ഈ 2 പേരെയും എനിക്ക് സംശയമുള്ളൂ. ഈ തലച്ചോറ് മുഴുവൻ ഡാമേജായി. കാരണം കുരുക്ക് മുറുക്കിയതിൻ്റെ ഓക്സിജൻ തലച്ചോറിലേക്ക് എത്തിയിട്ടില്ല. 2.5 മിനിറ്റ് 3 മിനിറ്റ് ഓക്സിജൻ തലച്ചോറിൽ എത്തിയിട്ടില്ല. ഈ കഴുത്തിൻ്റെ കൂടെ 3 പരിക്കുണ്ട്. പിന്നെ ദേഹമാസകലം ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പരിക്കുണ്ട്. അവളെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു. കാരണം എൻ്റെ സ്വത്തും എൻ്റെ വീടും ബാക്കി എല്ലാം ഉണ്ടല്ലോ. ഒരുപാട് തവണ അവർ പൈസ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു മാല അവളുടെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. പൈസയും വാങ്ങിയിട്ടുണ്ട്. ആർക്കെതിരെ പോലീസിൽ എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ട്. 2-3 എൻ്റെ അയൽക്കത്തുകാരും പരാതിപ്പെട്ടിട്ടുണ്ട്, ഞാനും പരാതിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ മോളും തന്നെ താമസിക്കുന്നിടത്ത്, ഞാനിത്ര പ്രായമായവരമ്മ താമസിക്കുന്നിടത്ത് അവന് വരേണ്ട കാര്യമില്ല. മറ്റ് ബന്ധുക്കൾക്കെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത മിക്ക ബന്ധുക്കൾക്കും അറിയാം. അപ്പം ഞാൻ മാറി നിന്നെന്നുള്ളത് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, അവൾക്കും വേണ്ടി മാത്രം ഞാൻ മാറി നിന്നത്. അവൾക്ക് ഞാൻ വേണമെന്നുള്ള ഒരിത്. ഇനിയിപ്പോൾ ഈ നിമിഷം ഞാൻ മരിച്ചു വീണാലും എനിക്കൊന്നുമില്ല.